ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിന് പറയുക. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ അതിനെല്ലാം നന്ദി പറയണം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയുടെ താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് ആണ്. ഇത് ശരിക്കും ഒരു റീയൂണിയൻ്റെ കാർഡാണ്, അതുപോലെ ഒരു ഓഫറിൻ്റെ കാർഡാണ്. ഇത് നിങ്ങളിൽ നിന്ന് പിണങ്ങി പോയിട്ടുള്ള ആളുകളോട് നിങ്ങൾക്കൊരു പുതിയ ഇമോഷണൽ അവേക്കനിങ് ഉണ്ടാകുന്നതാണ്. ഒരു പുതിയ രീതിയിൽ നിങ്ങൾക്ക് അവരോട് പ്രത്യേക സ്നേഹം തോന്നുക, അവരിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി തോന്നുക, അവരെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുക. ഇതൊക്കെയാണ് ഏസ് ഓഫ് കപ്പ് പറയുന്നത്. ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്, അതുപോലെ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലുമൊക്കെ, ഈ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഒരു പുതിയ ആൾ, ഒരു പുതിയ ബന്ധം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ്. ഇതൊരു പുതിയ ഓഫർ ആയിരിക്കാം, നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഓഫർ, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ്. ഇവിടെ ഒരു ഇമോഷണൽ അവേക്കനിങ്ങും സ്പിരിച്വൽ അവേക്കനിങ്ങും ഉണ്ട്. അപ്പോൾ ഇതൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡുമാണ്. അതുപോലെ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടൊരു പുതിയ ബന്ധത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇന്ന് ജോബൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്കൊരു ജോബ് ഓഫർ വരാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നല്ല ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ കുറിച്ചൊരു മറുപടി കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു ഫിനാൻഷ്യൽ ലോസിൻ്റെ കാർഡാണ്. പണം നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ പേ ചെയ്യുന്നതാവാം, ചിലപ്പം ആവശ്യമുള്ള പേയ്മെൻ്റ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിസ്ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നമ്മൾ അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഈ ഹോസ്പിറ്റലൈസേഷനും അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ഫിനാൻഷ്യൽ ലോസ് ആണ്. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ലോസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നിങ്ങളിന്ന് വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും യാത്ര പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം. അത് കാണുന്നുണ്ട് 5 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇതൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക, അതിൻ്റെയും കൂടെ കാർഡാണ് ഈ പറഞ്ഞ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. കയ്യ്, കാല്, ഷോൾഡറൊക്കെ നിങ്ങൾക്ക് പെയിനോ മുറിവോ ഒക്കെ പറ്റാനൊക്കെ അങ്ങനെയുള്ളൊരു ദിവസമാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനസികമായിട്ടും ഒരു സമ്മർദ്ദം തോന്നുക, ശാരീരികമായിട്ടും അതുപോലെ തന്നെ. പിന്നെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത സ്പെൻഡ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പണനഷ്ടം വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ഫിനാൻഷ്യൽ ലോസിൻ്റെ ദിവസമായിരിക്കും. അപ്പോൾ അത് നോക്കിയും കണ്ടുമൊക്കെ വേണം ഇന്ന ദിവസം കാര്യങ്ങൾ ചെയ്യാൻ. പണം യൂസ് ചെയ്യുമ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ദെൻ 4 ഓഫ് വാൺസ് ആണ്. ഇതൊരു യാത്രയുണ്ട്, അതുപോലെ സെലിബ്രേഷനാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഒരു കല്യാണ നിശ്ചയമായിരിക്കാം, കല്യാണത്തിലേക്ക് എത്തുന്നില്ല, അപ്പോൾ ഒരു കല്യാണ നിശ്ചയമൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കല്യാണം ആയിരിക്കാം. പിന്നെ ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ഇത്. 4 ഓഫ് വാൺസ്. അതുപോലെ 4 ഓഫ് വാൺസ് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ്. അതൊരു എക്സാമൊക്കെ നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ആ പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്യുക, ആ എക്സാമിൽ ആ പാഷനായിട്ട് നിങ്ങൾ കാണുന്നൊരു കാര്യത്തിൽ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നാണ് ഈ 4 ഓഫ് വാൺസ് പറയുന്നത്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ഒരു ഗ്യാതറിങ്ങിൽ എത്താൻ പറ്റും, നിങ്ങൾ അറിയുന്ന ആളുകളെ കാണാൻ പറ്റും. ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്, യാത്രയുടെ കാർഡാണ്. അതുപോലെ നിങ്ങൾ ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. ദെൻ 8 ഓഫ് സോഡ്സ് ആണ്. ഇവിടെ നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കേണ്ട ചില ഇടങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട്
ട്രാപ്പിലായ പോലെ ഇരിക്കുകയാണ്. അതായത് നിങ്ങൾ വിക്റ്റിമായി പോയി എന്ന് കരുതിയിരിക്കുക, നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുക്കാതിരിക്കുക, വേണമെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നു. നിങ്ങൾക്കൊന്നും വയ്യ, നിങ്ങളൊന്നും ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾ ഇനാക്റ്റീവായിട്ടിരിക്കുന്നു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആക്റ്റീവ് ആകണം, നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ്. എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായത്, എവിടെയാണോ നിങ്ങളായിട്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കി നിൽക്കുന്നത്, അവിടെ അത് നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളാണ് അവിടുത്തെ പ്രശ്നം, നിങ്ങളുടെ ചിന്താഗതിയാണ് അവിടുത്തെ പ്രശ്നം. നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നത് അവിടെ ഇന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ചാരിയറ്റ് ഉണ്ട്. ഇതൊരു യാത്രയുടെ കാർഡാണ്. എന്നൊരു യാത്ര ഉറപ്പായിട്ടും കാണുന്നുണ്ട് കുറേ അധികം ആളുകൾക്ക്. അതുപോലെ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നു എന്നാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം, അതൊരു വിൽ പവർ കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ ചാരിയറ്റ് എനർജി പറയുന്നത്. ഒരുപക്ഷെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു സമ്മാനമാണെന്ന് വേണം നിങ്ങൾ കരുതാനായിട്ട്. ഇതൊരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നൊരു യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോകുന്ന കാര്യം അത് നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് വരാനും സാധ്യതയുള്ളതായിട്ടാണ് ചാരിയറ്റ് എനർജി. നിങ്ങൾ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ ഒന്ന് കാണാനോ ഒക്കെ സാധ്യതയുണ്ട്. അതാണ് ചാരിയറ്റ് എനർജി. നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ ഈ വിദേശത്തു നിന്ന് നാട്ടിൽ പോയി ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ എനർജി ആയിരിക്കും ചാരിയറ്റ് എനർജി കേട്ടോ. യാത്രയാണ് എന്തായാലും. ദെൻ ഏസ് ഓഫ് വാൺസ് ആണ്. ഒരു പുതിയ തുടക്കം എന്നാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, ഒരു കാർമിക് ആയിട്ടുള്ളൊരു പുതിയ ബിഗിനിങ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, പുതിയൊരു നിങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതൊരു പുതിയ കാർമിക് സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട്. പുതിയൊരു ബന്ധമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ലൈഫിൽ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു ഇൻറ്റിമേഷനായിട്ടോ മെയിലായിട്ടോ കത്തായിട്ടോ മെസ്സേജായിട്ടോ ഒരു കോളായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് അത് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പുതിയ തുടക്കം എന്നാണ് കാണുന്നത്. ദെൻ ഹാങ്ക്ഡ് മാനാണ്. തലകറക്കം, തലവേദന, തലയ്ക്ക് ഭാരം ഇതൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒന്നിലധികം പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കാം. മൊത്തത്തിലൊരു ഹാങ്ക്ഡ് മാൻ എനർജിയാണ്. അതായത് തല കീഴായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ നേരെ നിന്ന് ആലോചിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടാത്തത് കൊണ്ട് നമ്മൾ തലയും കുത്തി നിന്ന് ആലോചിക്കുക. അതായത് ഉത്തരവില്ല, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഹാങ്ക്ഡ് മാൻ. അപ്പോൾ ഇന്ന് തലവേദന, തലകറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ദെൻ 4 ഓഫ് സോർഡ്സ് ഉണ്ട്. 4 ഓഫ് സോർഡ്സും ഹാങ്ക്ഡ് മാനോട് വരുമ്പോഴേ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. 4 ഓഫ് സോർഡ് എന്ന് പറയുന്നത് ഈ റെസ്റ്റിംഗ് എനർജിയാണ്. റെസ്റ്റ് ചെയ്യുക, ഹീല് ചെയ്യപ്പെടുക, വയ്യാതെ കിടക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ബാക്ക് പെയിനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളിന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ഇന്ന് ബാക്ക് പെയിനോ അങ്ങനെയുള്ള പെയിനുകളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കയ്യോ കാലോ ഷോൾഡറോ ഒക്കെ പെയിൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് കിടക്കുക എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്. അപ്പോൾ അതിനൊരു നെഗറ്റീവ് അർത്ഥമുണ്ട്. അതുകൊണ്ട് വണ്ടിയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക, യാത്രയൊക്കെ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. വീണ്ടും നൈറ്റ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വിക്കായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്നാണ്. ഇവിടെ ഒരു റെസ്റ്റിംഗ് എനർജി ആണെങ്കിൽ ഇവിടെ ക്വിക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്നാണ്. അപ്പോൾ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്നായിരിക്കും വെളിപാട് വന്ന പോലെ നിങ്ങൾക്ക് എന്നാൽ പിന്നെ പോയേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചാടിപ്പുറപ്പെട്ട് പോകുന്നത്. അതാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് സോർഡ്സ്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടി എല്ലാ പ്രിപ്പറേഷൻസും നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം മുന്നിൽ വന്ന് നിൽക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റാതിരിക്കുക. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം, ആ സമയത്തിൻ്റെ ഒരു അവസാന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നാൽ പെട്ടെന്ന് എങ്ങനെയും പോയേക്കാമെന്ന് വിചാരിച്ച് ക്വിക്കായിട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നതായിരിക്കും. എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചൊരു കാര്യം പെട്ടെന്ന് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട് നൈറ്റ് ഓഫ് സോർഡ്സ്. ഈ നൈറ്റ് ഓഫ് സോർഡ്സ് വരുമ്പോഴേ കുറച്ച് ആർഗ്യുമെൻറ്റേറ്റീവാണ്. എടുത്തുചാട്ടം, മുൻകോപം ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വഴക്കുണ്ടാകാൻ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഈ എടുത്തുചാടി വർത്താനം പറയുമ്പോൾ സൂക്ഷിക്കണം. അവിടെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നൈറ്റ് ഓഫ് സോർഡ്സ്. ദെൻ മൂൺ എനർജിയാണ്. ഇവിടെ ഹാങ്ക്ഡ് മാനോട് വന്നപ്പോൾ മൂൺ എനർജി എന്ന് പറയുന്നത് ഒരു പേടിയാണ്, മൂഡ് സ്വിങ്സ് ആണ്. അതുപോലെ നമുക്കൊരു വല്ലാത്തൊരു പേടി, ഇങ്ങനെ കാരണം പറയാൻ അറിയാത്ത, എന്തുകൊണ്ടാണ് പേടിയെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തൊരു പേടി,
ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിൽക്കുക, എന്നിട്ട് ആ പേടി കൊണ്ട് നമ്മൾ ഭയങ്കര ഒരു ഹെവിനെസ് അനുഭവിക്കുക. ഇതൊക്കെയാണ് മൂൺ എനർജി പറയുന്നത്. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൂഡ് മാറുക, ചിരിക്കുക, കരയുക, അല്ലാത്ത ഇമോഷണൽ ഔട്ട് ബ്രേക്കിലിരിക്കുക, അതൊക്കെയാണ്. ബ്രോക്കൺ ആവുക, സംടൈംസ് ബ്രോക്കൺ ആവുക, ചിലപ്പോൾ വളരെ സന്തോഷിക്കുക, അങ്ങനെ ഒരു മൂഡ് സ്വിങ്സിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നൈറ്റ് ഓഫ് സോഡ്സ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് തണുക്കുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങളൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, മൂൺ എനർജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷൻസിനെ ഇന്ന് വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ പണം നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിന് നന്ദി പറയുക. അതുപോലെ പണം എന്ന് പറയുന്നത് ഒരു ഹയർ എനർജിയാണ്. അപ്പോൾ നമ്മളിലേക്ക് വരാനും നമ്മളിൽ നിൽക്കാനും നമ്മളിലൂടെ അത് കടന്നു പോകാനും ഒരു ഹൈ എനർജി നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് മണി ഫ്ലോ നമ്മളിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിന് ഓപ്പനൊപ്പനോ ചൊല്ലുക. അതുപോലെ പണം ഇന്ന് നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. എന്താണ് ഇന്നത്തെ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്ത് ഗൈഡൻസ് ആണെന്ന് ഏഞ്ചൽസ് തരുന്നത്, എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് ഏഞ്ചൽസ് തരുന്നത് നോക്കാം. ഫസ്റ്റ് ഒരു നോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ കാര്യങ്ങളിൽ എവിടേക്കോ നോയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ടൊരു ഉത്തരം നോക്കുവാണെങ്കിൽ അതിന് നോ എന്നാണ് ഉത്തരം വന്നേക്കുന്നത്. ദെൻ നോ നീഡ് ടു വറി. പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിന് യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ അതിൻ്റേതായ പദ്ധതികളൊക്കെ ഉണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ദെൻ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണോ നിങ്ങളിങ്ങനെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നത് അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക, ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ അത് സൊല്യൂഷൻ തന്നെ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിനോട് കോംപ്രമൈസ് ചെയ്യുക. ചിലപ്പോൾ ഒരു എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ വഴക്കൊക്കെ വന്നതുകൊണ്ടായിരിക്കും ഈ സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നത്. അവിടെ അങ്ങ് കോംപ്രമൈസ് ചെയ്യുക. അതുപോലെ ആര് മൂലമാണോ നിങ്ങൾക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അവരോട് ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.